ഹായ്, ഞാൻ അഞ്ജന. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എനിക്ക് വരാറുള്ള പല കോളുകളും റിലേഷൻഷിപ്പ് പ്രോബ്ലമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതായത് മിക്ക ആളുകളുടെയും ആവശ്യം എന്ന് പറയുന്നത് അവർക്ക് നല്ലൊരു സോൾമേറ്റിനെ, അവർ ആഗ്രഹിച്ച രീതിയിലുള്ള ഒരു സോൾമേറ്റിനെ ലഭിക്കുക എന്നതാണ്. ചില ആളുകൾക്കാവട്ടെ അവർക്ക് ഇപ്പോൾ ഉള്ള ആ ഒരു ബന്ധം, അവരുടെ റിലേഷൻഷിപ്പ് എങ്ങനെ ജീവിതകാലം മുഴുവൻ ഇതേ വൈബോടെ നിലനിർത്താം എന്നറിയാൻ വേണ്ടിയിട്ടാണ്. ഇനി മറ്റു ചിലർ എങ്ങനെയാണെന്നറിയോ, അവർക്കുള്ള റിലേഷൻഷിപ്പ് ഒരു പക്ഷെ നഷ്ടപ്പെട്ടിട്ടുണ്ടാകും. അത് ചിലപ്പം മരണം സംഭവിച്ചിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ബ്രേക്കപ്പിലൂടെയോ ഒക്കെ പോയിട്ടുണ്ടാകും. അങ്ങനെയുള്ള ആളുകളെ എങ്ങനെ മറക്കാൻ ഒരു വഴി പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചു വരുന്ന ആളുകളും ഉണ്ട്. ഇന്ന് ഞാൻ ചെയ്യുന്ന വീഡിയോ എന്ന് പറയുന്നത് വേർപാടിന്റെ വേദന അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ്. നമുക്ക് ഒത്തിരി വേണ്ടപ്പെട്ട ആളുകൾ ഒരു സുപ്രഭാതത്തിൽ നമ്മൾ പോലും അറിയാതെ നമ്മളെ വിട്ടു പോകുമ്പോൾ അത് നമ്മളെ പല രീതിയിൽ തകർക്കുന്നുണ്ട്, പലരെയും. അതായത് മാനസികമായിട്ട് മാത്രമല്ല, ഡിപ്രഷനിലേക്കും, അതേപോലെ കോർട്ടിസോൾ എന്ന് പറയുന്ന കെമിക്കൽസിന്റെ ഉൽപാദനത്തിലൂടെ നമുക്ക് ശാരീരികമായിട്ട് പല അസുഖങ്ങളും ഉണ്ടാകാനും സാധ്യതയുണ്ട്. നമ്മുടെ ശരീരത്തിനൊരു മുറിവ് പറ്റി അത് മാറ്റിയെടുക്കാൻ നമുക്ക് പല വഴികളും ഉണ്ട്. പക്ഷെ മാനസികമായിട്ട് നമുക്കൊരു പോറലെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അത് മാറ്റിയെടുക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. നമ്മളെ വേണ്ട എന്ന് പറഞ്ഞും അല്ലാതെയൊക്കെ നമ്മളെ വിട്ടുപോയവർ പോയി കഴിഞ്ഞു. ഇനിയും നമ്മൾ അവരെ കുറിച്ച് ഓർത്ത് നമ്മൾ സ്വയം വേദനിച്ചത് കൊണ്ട് യാതൊരു നേട്ടവും നമുക്ക് ലഭിക്കാനില്ല. എന്നോട് പലരും ഫോൺ ചെയ്ത് നമ്മുടെ ക്ലാസ്സിലൊക്കെ ചോദിക്കാറുള്ള കാര്യമാണ്, അദ്ദേഹം എന്നെ വിട്ടുപോയി അല്ലെങ്കിൽ അവരെന്നെ വിട്ടുപോയി, അവരെ വീണ്ടും എന്റെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമോ എന്ന്. അവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ അതിന് തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും അത് സാധിക്കും. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളെ വേണ്ട എന്ന് പറഞ്ഞ് നമ്മളെ അവഗണിച്ച് ഇട്ടുപോയവർ പല കാരണങ്ങളാലായിരിക്കാം, എന്നാലും നമ്മളെ വിട്ടുപോയവർ വീണ്ടും നമ്മുടെ ജീവിതത്തിലേക്ക് വന്നിട്ട് എന്ത് കാര്യമാണുള്ളത്? അങ്ങനെ വേണോ? ഇതിനെക്കുറിച്ച് നിങ്ങൾ ഒരുപാട് വട്ടം ചിന്തിക്കണം. അതായത് നമ്മൾ എന്ന വ്യക്തിയോടുള്ള അവരുടെ വൈബ് കുറഞ്ഞത് കൊണ്ടോ അല്ലെങ്കിൽ നമ്മളോട് ഏതെങ്കിലും തരത്തിൽ ഇഷ്ടക്കേട് തോന്നിയത് കൊണ്ടോ, ഇനി അതൊന്നുമല്ല മറ്റൊരാളോട് ഇഷ്ടം തോന്നിയത് കൊണ്ടോ ഒക്കെ ആയിരിക്കുമല്ലോ അവർ നമ്മളെ വിട്ടുപോയത്. വീണ്ടും അവരെ നമുക്ക് വേണോ എന്ന് നമ്മൾ തീർച്ചയായിട്ടും ചിന്തിക്കേണ്ടതല്ലേ. അവര് നമ്മുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരണോ എന്ന് നമ്മൾ 100 വട്ടം ചിന്തിക്കണം. കാരണം നമ്മൾ അവരെ വേണമെന്ന് ആഗ്രഹിച്ച പല വഴികളിലൂടെ നമുക്ക് അവരെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് സാധിക്കും. പക്ഷെ വേറൊരു കാര്യം, അത് യൂണിവേഴ്സൽ ലോയ്ക്ക് തീർച്ചയായിട്ടും എതിരാണ്. നമ്മൾ അങ്ങനെ ചെയ്യുന്ന പ്രവൃത്തി എതിരാണ്. എങ്കിലും നമുക്ക് അവരെ കൊണ്ടുവരാൻ സാധിക്കും. അവരെ കൊണ്ടുവരണോ വേണ്ടയോ എന്നത് നമ്മുടെ ചോയ്സ് ആണ്. എന്തൊക്കെ തന്നെയാണെങ്കിലും നമ്മളെ വിട്ടുപോയവരെ മറക്കാനുള്ള അല്ലെങ്കിൽ അവർ നമ്മളെ വിട്ടു പിരിഞ്ഞതിലുള്ള വേദന മാറ്റാനുള്ള കുറച്ച് സൊല്യൂഷനാണ് ഞാൻ ഇനി പറയുന്നത്. ആദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അവര് നമ്മളെ വിട്ടുപോയി എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ ഉൾക്കൊള്ളുക എന്നതാണ്. അതിനിപ്പം ബ്രേക്കപ്പിലൂടെ നമ്മളെ വിട്ടുപോയതാണെങ്കിലും ഇനി മരണപ്പെട്ടവരാണെങ്കിലും. ഞാൻ എൻ്റെ ഒരു കാര്യം പറയാം. അതായത് എനിക്ക് അച്ഛനും അമ്മയ്ക്കും ഞാൻ ഒരു മോളാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ കുറച്ച് ഓമനിച്ച് വളർത്തിയതാണ് എന്ന് പറയാം. അങ്ങനെ അച്ഛൻ ഒരു 66 വയസ്സുള്ള സമയത്താണ് അച്ഛൻ മരണപ്പെടുന്നത്. അറ്റാക്ക് ആയിരുന്നു. അപ്പോൾ 2018 ആ ഒരു സമയത്ത് ശരിക്കും പറഞ്ഞാൽ അച്ഛൻ 5-6 തവണ അറ്റാക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്കൊരു കോൺഫിഡൻസ് ആയിരുന്നു, അച്ഛൻ മരിക്കില്ല, എത്ര തവണ അറ്റാക്ക് വന്നു കഴിഞ്ഞാലും അച്ഛൻ മരണപ്പെടില്ല എന്നുള്ളൊരു പൊട്ട തോന്നലില്ലേ, അങ്ങനെ ഒരു തോന്നലായിരുന്നു. അങ്ങനെ ലാസ്റ്റ് അച്ഛൻ അറ്റാക്ക് വന്ന സമയത്തും ഞാൻ പ്രതീക്ഷിക്കുന്നത് അച്ഛൻ ഹോസ്പിറ്റലിലേക്ക് പോയിട്ട് അതേപോലെ അച്ഛൻ തിരിച്ചു വരും എന്നുള്ളൊരു പ്രതീക്ഷയായിരുന്നു. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് എന്താ പറയുക, നമ്മുടെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാൻ അത്രയ്ക്ക് വേദന അനുഭവപ്പെടുന്നത്. അതിൻ്റെ മുൻപേ ഒക്കെ നമ്മുടെ മുത്തശ്ശനും അങ്ങനെയൊക്കെ മരിച്ചിട്ടുണ്ടെങ്കിലും ആ സമയത്ത് അത്ര ബോധമില്ലാത്തൊരു സമയമായിരുന്നു. അച്ഛൻ മരിച്ചപ്പം ശരിക്കും അതിൻ്റെ ആ ഒരു വേർപാട് എന്ന് പറയുന്നുള്ളത് എന്താണെന്ന് ശരിക്കും മനസ്സിലാക്കി. ആ ഒരു മരണം എന്ന് പറയുന്ന വാർത്ത അംഗീകരിക്കാൻ തന്നെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ ആ സമയത്ത് ഹോസ്പിറ്റലിൽ ഇല്ലായിരുന്നു. വീട്ടിലേക്ക് വിവരം അറിയിച്ചപ്പോൾ എനിക്ക് അത് അംഗീകരിക്കാൻ ഭയങ്കരമായിട്ടുള്ള വല്ലാതെ ഒന്നും ഇല്ലാതായിപ്പോയ ഒരു അവസ്ഥയായിരുന്നു അപ്പോൾ നേരിട്ടത്. അങ്ങനെ എന്താ പറയാ, നമ്മൾ പറയാറില്ലേ, നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാകും, നമ്മളൊരാൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ കരയാൻ പാടില്ല, നമ്മൾ അവരുടെ ജീവന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം എന്ന് പറയും. നമ്മൾ പലപ്പോഴും നെഞ്ഞത്തടിച്ച് കരയും. ഇങ്ങനെയുള്ള ഒക്കെയാണ് നമ്മളത് ചെയ്തു പോകും. പക്ഷെ എനിക്കറിയാം, എനിക്ക് ഒരുപാട് സഹിക്കാൻ പറ്റാത്ത വേദന ഉണ്ടായിട്ടും അച്ഛൻ്റെ ബോഡി എടുക്കാൻ എനിക്ക് തോന്നുന്നു ഒരു 6-7 മണിക്കൂറൊക്കെ എടുത്ത് കാണും. അപ്പൊ ആ ഒരു സമയത്തോളം ഞാൻ അച്ഛൻ്റെ ബോഡിയുടെ അടുത്ത് ഇരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുകയായിരുന്നു ചെയ്തത്. കരച്ചിൽ ഒരുപാട് തവണ വന്നിട്ടും അത് കൺട്രോൾ ചെയ്ത് അച്ഛൻ്റെ ജീവനെ, അച്ഛൻ എവിടെ നിന്ന് വന്നു ആ ഒരു എനർജിയെ
ആ ഒരു യൂണിവേഴ്സിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ഈശ്വരന്റെ ശക്തിയിലേക്ക് തിരിച്ചെത്തിക്കുക എന്നുള്ളതാണ് ഒരു മകൾ എന്ന രീതിയിൽ എൻ്റെ ദൗത്യം. അതേപോലെ നമ്മുടെ ഓരോരുത്തരുടെയും ദൗത്യം. നമ്മൾ ഓരോ മനുഷ്യനും ഈ ഭൂമിയിൽ ജനിച്ചു വീഴുന്നത് തനിച്ചാണ്. ഇതേപോലെ നമ്മൾ തിരിച്ചു പോകുന്നതും തനിച്ച് തന്നെയാണ്. പല ആളുകളും നമുക്ക് അത്രയ്ക്ക് വേണ്ടപ്പെട്ട കുഞ്ഞുങ്ങളോ അതായത് നമ്മുടെ മാതാപിതാക്കളോ ഭർത്താവോ ഭാര്യ ഇങ്ങനെ ആരെങ്കിലുമൊക്കെ മരിക്കുന്ന സമയത്ത് ദൈവത്തെ കുറ്റപ്പെടുത്താറുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദൈവത്തെ നമ്മൾ കുറ്റപ്പെടുത്തുന്നത് കൊണ്ട് എന്ത് കാര്യമാണുള്ളത്? അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യം ശരിയാണോ? ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ ഈ ശരീരം ഉപേക്ഷിക്കണം. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരാൾക്ക് ഇന്ന് ഉള്ളത് ചിലപ്പോൾ അടുത്ത വർഷം അല്ലെങ്കിൽ കുറച്ച് വർഷം കഴിഞ്ഞ് ആ ഒരു ഡിഫറൻസ് മാത്രമാണ് വരുന്നത്. നമ്മൾ ചെയ്ത കർമ്മഫലം എല്ലാം അനുഭവിച്ച് കഴിയുമ്പോൾ നമുക്ക് ഈ ഭൂമിയിൽ നിന്ന് പോയേ മതിയാവൂ. പിന്നെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം, നമ്മുടെ കൂടെയുള്ള ഒരാൾ മരിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളെ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ, അവർ ഈ ഭൂമിയിൽ ഒരുപാട് പാപകർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ മനുഷ്യരായ നമുക്ക് അതിന് പ്രായശ്ചിത്തമായിട്ട് പ്രാർത്ഥിക്കാൻ സാധിക്കും. അത് മാത്രമാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത്. അല്ലാതെ നമ്മൾ ആ സമയത്തും ദൈവത്തെ തള്ളി പറഞ്ഞത് കൊണ്ടോ ദൈവത്തിന്റെ ഫോട്ടോ തല്ലി ഉടച്ചത് കൊണ്ടോ യാതൊരു കാര്യവും ഇല്ല. നമുക്ക് ഒത്തിരി വേണ്ടപ്പെട്ട ഒരാള് നമ്മളെ മരണത്തിലൂടെ വിട്ടു പോകുമ്പോഴോ അല്ലെങ്കിൽ നമ്മളെ ഉപേക്ഷിച്ച് നമ്മളെ വേണ്ടാന്ന് പറഞ്ഞു പോകുമ്പോഴോ നമ്മൾ ഒരുപാട് വേദന അനുഭവിക്കുന്നുണ്ട്. ഒരു ചിത നമ്മുടെ ശരീരത്തെ കത്തിക്കുമ്പോൾ ചിന്ത, അതായത് വേദനിപ്പിക്കുന്ന ഒരു ചിന്ത നമ്മുടെ മനസ്സിനെയാണ് കത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പം ബ്രേക്കപ്പ് ഒക്കെ അനുഭവിച്ച ആളുകൾക്ക് മനസ്സിലാകും. അതായത് ജീവിച്ചിരിക്കുമ്പോൾ മരിച്ച ഒരു അവസ്ഥയായിരിക്കും ഉണ്ടാവുക. അതായത് യാതൊന്നും ചെയ്യാൻ തോന്നാതെ, ഭക്ഷണം കഴിക്കാനോ കുളിക്കാനോ ഒരു കാര്യത്തിനും ചെയ്യാൻ അനുവദിക്കാത്ത ഒരു തരത്തിലുള്ള അവസ്ഥയായിരിക്കും നമുക്ക് അപ്പോൾ അനുഭവപ്പെടുക. നമ്മുടെ മൈൻഡ്, നമ്മുടെ എന്താ പറയുക, നമ്മുടെ ബ്രെയിൻ ആകെ ഫ്രീസ് ആയിട്ടുള്ള ഒരു തരം അവസ്ഥ. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ശ്വാസം പോലും മര്യാദയ്ക്ക് എന്താ പറയുക വിടാൻ പറ്റാത്ത ഒരവസ്ഥ വരും. ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, അവര് നമ്മളെ വിട്ടുപോയി എന്നുള്ള യാഥാർത്ഥ്യത്തെ നമ്മൾ അംഗീകരിക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത്. പിന്നെ രണ്ടാമത്തെ കാര്യം, നമ്മൾ എന്ത് പ്രവൃത്തിയാണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾക്ക് ചെയ്യാനുള്ള ഒരു പ്രവൃത്തി എത്ര മടിയാണെങ്കിലും ബോധപൂർവം നിങ്ങൾ ചെയ്തു തുടങ്ങുക എന്നതാണ്. നമ്മൾ എന്ത് കാര്യത്തെക്കുറിച്ചാണോ നിരന്തരം ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്, നമ്മുടെ എനർജി മൊത്തം ആ കാര്യത്തിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളൊരാളെ വിട്ടുപോകുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും വേദനയാണ് ഉണ്ടാവുക. അപ്പൊ നമ്മൾ അതിനെക്കുറിച്ച് തന്നെ ചിന്തിക്കുമ്പോൾ നമ്മുടെ അവസ്ഥ കൂടുതൽ പരിതാപകരമാവുകയാണ് ചെയ്യുന്നത്. അതായത് ജീവിച്ചിരിക്കുന്ന ശവം എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തപ്പെടും. എന്നാലും നിങ്ങൾ ബോധപൂർവം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പ്രവൃത്തിയിലേക്ക് തിരിയുകയാണെങ്കിൽ, നിങ്ങൾക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതെന്ന് അറിയാം, എന്നാലും നിങ്ങൾക്ക് അങ്ങനെ തിരിയാൻ സാധിച്ചാൽ നിങ്ങളുടെ ചിന്തയും എനർജിയും സാവധാനം ആ പ്രവൃത്തിയിലേക്ക് വന്നു ചേരും. പിന്നെ സാവധാനം അവരെ കുറിച്ചുള്ള ഓർമ്മകൾ നമ്മളിൽ നിന്നും വിട്ടുപോകാൻ തുടങ്ങും. അവർക്ക് നമ്മളെ വേണ്ടെങ്കിൽ അവർ പോട്ടെ, അവർക്ക് നമ്മളെ ഇഷ്ടപ്പെടാൻ പറ്റുന്നില്ലെങ്കിൽ അവർ ഇഷ്ടപ്പെടണ്ടല്ലേ. ഇതൊന്നും ഞാൻ മരണത്തെ കുറിച്ചല്ല കേട്ടോ, ഇത് ബ്രേക്കപ്പിനെ കുറിച്ചാണ് പറയുന്നത്. അതായത് ഈ വിശാലമായ ഭൂമിയിലെ അവര് മാത്രമല്ല മനുഷ്യരായിട്ടുള്ളത്, അവരെക്കാൾ കൂടുതൽ നിങ്ങളെ സ്നേഹിക്കാനും നിങ്ങളെ കെയർ ചെയ്യാനും നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാനും പറ്റുന്ന ഒരാൾ നിങ്ങളെ തേടി വരും. അല്ലെങ്കിൽ ഇങ്ങനെ സ്നേഹിക്കാൻ അറിയാത്ത, നമ്മളെ വേണ്ടാത്ത ആളുകൾ നമ്മുടെ കൂടെ ഉണ്ടായിട്ട് എന്ത് കാര്യമാണുള്ളത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. പല ആളുകളും പറയാറുണ്ട്, അവർ പോയപ്പോൾ എനിക്ക് മരിക്കാൻ തോന്നി, ഒരു നിമിഷം പോലും ജീവിക്കാൻ പറ്റില്ലായിരുന്നു എന്നൊക്കെ. പിന്നീട് കുറെ കാലം കഴിയുമ്പോൾ അവരെ കാണുമ്പോൾ അവർ നേരെ തിരിച്ചു പറയും, അതായത് അന്ന് അവർ പോയത് കൊണ്ട് എന്റെ ജീവിതം രക്ഷപ്പെട്ടു എന്നൊക്കെ. ഇങ്ങനെയുള്ള റിലേഷൻഷിപ്പിലൊക്കെ കുടുങ്ങിയിട്ട് നിങ്ങൾ ഒരുപാട് നിങ്ങളുടെ ലക്ഷ്യത്തെക്കുറിച്ച് മറന്നു പോകുന്നുണ്ടെങ്കിൽ ഭാവിയിൽ നമ്മൾ ഒത്തിരി വിഷമിക്കേണ്ടി വരും. അതുകൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ നമ്മുടെ വ്യക്തിബന്ധങ്ങളിൽ ഉണ്ടായാലും അതിനെ അതിൻ്റെതായ രീതിയിൽ എടുക്കാനും അതിന് വേണ്ടിയിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് വിശ്വാസമുള്ള ആളുകളോട് നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുകയും, അതേപോലെ എവിടെയും നമ്മൾ എന്താ പറയുക കുടുങ്ങി പോവാതെ, അതായത് ഒരു പ്രവൃത്തിയും ചെയ്യാതിരിക്കുന്ന അവസ്ഥ വരാതെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങൾ തിരിയാനും ശ്രദ്ധിക്കണം. കാരണം അതിലൂടെ മാത്രമേ നമുക്ക് നമ്മുടെ മൈൻഡിനെ അതിൽ നിന്നും ആ ഒരു വിഷമിപ്പിക്കുന്ന ചിന്തയിൽ നിന്ന് മോചിപ്പിക്കാൻ പറ്റുള്ളൂ. നമ്മുടെ ജീവിതത്തെ നമ്മൾ ബിസി ആക്കും തോറും നമ്മുടെ പാസ്റ്റ് നമ്മളെ വിട്ടുപോകും. അതായത് നമ്മൾ പുതിയ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടെത്തുക, അത് ചെയ്യുക, ജീവിതത്തെ ആനന്ദിക്കുക, അതേപോലെ ജീവിതത്തെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുക. നമ്മുടെ മനസ്സിനെ ഇതുപോലെ വേദനിപ്പിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളിൽ നിന്നും രക്ഷപ്പെടുത്താനുള്ള ഒരുപാട് മാർഗങ്ങളും ഉണ്ട്. അതുകൊണ്ട് അതൊക്കെ നമ്മൾ മെല്ലെ മനസ്സിലാക്കുക, എന്നിട്ട് അതിനനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോവുക. നമ്മുടെ ജീവിതത്തിലെ എല്ലാ ലക്ഷ്യങ്ങളും പൂർത്തീകരിക്കാനും സന്തോഷത്തോടെ ആനന്ദകരമായിട്ടുള്ള ഒരു ജീവിതം നയിക്കാനും എല്ലാവർക്കും സാധിക്കട്ടെ.